ഓം ജയ് സായിറാം. നമ ശിവായ. ഇന്ന് 27-ാം അധ്യായം വിഷ്ണു സഹസ്രനാമം. പുണ്യനദികളെല്ലാം സ്നാനം ചെയ്താൽ കിട്ടേണ്ട സുഹൃതത്തിനായി സമുദ്രത്തിൽ സ്നാനം ചെയ്താൽ മതി. കുറേ പുണ്യനദികൾ നമ്മൾ സ്നാനം ചെയ്താൽ കിട്ടുന്ന പുണ്യം സമുദ്രത്തിൽ സ്നാനം ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. കാരണം ഈ പുണ്യനദികളെല്ലാം ചെന്ന് ചേരുന്നത് സമുദ്രത്തിലാണ്. അതുപോലെ തന്നെയാണ് സദ്ഗുരു ചരണത്തിൽ നമിച്ചാൽ ത്രിമൂർത്തികളെയും പരമ്പൊരുളിനെയും നമിച്ച ഫലമായി. സദ്ഗുരു ചരണം എന്ന് പറയുന്നതാണ് നമ്മളുടെ എല്ലാമായ സായീശ്വരൻ. നമുക്കറിയാം, ഭഗവാനെ നമ്മൾ ദത്താത്രേയനായിട്ടാണ് സങ്കല്പിക്കുന്നത്. ദത്താത്രേയൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പം. ആ ഗുരുസങ്കല്പങ്ങളെ നമ്മൾ ഒന്നായി കണ്ട് സായിയിൽ ദർശിച്ച് നമ്മൾ നമസ്കരിക്കുക. അതാണ് ഇതിൻ്റെ അർത്ഥം. സച്ചിദാനന്ദ പൊരുളായാണ് സായിനാഥൻ. സച്ചിദാനന്ദ പരമ്പൊരുളാണ് സായിനാഥൻ. സമസ്ത ഭാവങ്ങളും അവിടെ ലയിച്ചു കിടക്കുന്നു. മഹാപ്രഭു ജ്ഞാനദായിൻ, അവിടുത്തെ അമൃതകഥകൾ എഴുതാൻ എനിക്ക് ഭക്തിയും ശക്തിയും ജ്ഞാനവും ചൊരിഞ്ഞാലും. ഹേമാന്ത് പാന്ത് പറയുകയാണ്. ഈ അമൃതകഥകൾ കേൾക്കാൻ ശ്രോതാക്കൾക്ക് ആഗ്രഹമേകിയാലും ഈ ദിവ്യകഥകൾ കേട്ട് രസിച്ച് ഞങ്ങളുടെ മനം ശാന്തമാകട്ടെ. പ്രാരബ്ധ ദുരിതങ്ങൾ ഒടുങ്ങട്ടെ. ആനന്ദത്താൽ ഞങ്ങളുടെ ഹൃദയവും മിഴികളും നിറയട്ടെ. സച്ചരിതം വായിച്ചാൽ നമുക്കൊക്കെ കിട്ടുന്ന ആ സുഖം അതാണ്. അഹംബോധത്താൽ മനസ്സിലുള്ള വലിയവൻ ചെറിയവൻ നിസ്സാരൻ തുടങ്ങിയ ഭാവങ്ങൾ ഇല്ലാതാകട്ടെ. കോപാദി വികാരങ്ങൾ നശിക്കട്ടെ. ഭഗവത് കഥകൾ കേട്ട് മനവും മിഴിയും നിറയുമ്പോൾ, തൊണ്ട ഇടറുമ്പോൾ അത് ഗുരുകരുണ ലഭിച്ചതിൻ്റെ സൂചനയായി കണക്കാക്കാം. ഗുരുകൃപ ലഭിക്കുന്നതോടെ വിശ്വാസം ഉറയ്ക്കും, ഭക്തി വളരും. ഗുരുകൃപയാൽ നാം ആത്മീയാനന്ദത്തിലേക്ക് നയിക്കപ്പെടും. മായ കെട്ടിയ കെട്ടുകൾ പൊട്ടും. അതിനാൽ പ്രിയ സജ്ജനങ്ങളെ, നമുക്ക് സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, സ്വയം സമർപ്പിക്കാം എന്ന് പറയാണ്. അവിടുന്ന് നമ്മെ സംസാരസാഗരം കടത്തിവിടും. ആ മഹാഗുരുവിനെ അതിന് കഴിയും. സമസ്ത ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ഈശ്വരനെ അവിടുന്ന് നമുക്ക് അനുഭവപ്പെടുത്തി തരും. നമുക്ക് അവിടെയാണ് ഭഗവാന്റെ പ്രത്യേകത. അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. സർവ്വദൈവങ്ങളെയും നമ്മൾ സായീശ്വരനിൽ കാണുന്നു. വീട്, ഭാര്യ, പുത്രന്മാർ, ബന്ധുജനങ്ങൾ, എന്തിന് സ്വന്തം ശരീരം പോലും സ്വന്തമായി കരുതരുത്. നമ്മൾ പഴമക്കാരൊക്കെ പറയും, തനക്ക് താനും പെരയ്ക്ക് തോന്നും ഒറ്റയ്ക്കാണെന്നൊക്കെ. അതുപോലെയാണ് പറയണത്. ആരും ഒന്നും നമുക്ക് ശാശ്വതമല്ല. അതുകൊണ്ട് ഒന്നും, നമ്മുടെ സ്വന്തം ശരീരം പോലും നമ്മൾ സ്വന്തമായിട്ട് കരുതരുത്. ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം പൊടുന്നനെ നഷ്ടമാകും. ഈ സത്യം അറിയാമെങ്കിലും നാം അത് ഉൾക്കൊള്ളുന്നില്ല. നമുക്കിതൊക്കെ അറിയാം. ഈ ആത്മീയമായിട്ടുള്ള പ്രബോധനം കേൾക്കാൻ പോകുന്ന സമസ്ത ജനങ്ങൾക്കും ഈ കാര്യത്തെ നന്നായിട്ട് അറിയാം. പക്ഷേ ആരും അത് ഉൾക്കൊള്ളില്ല. വായന കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ, കേട്ട് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മായയിലേക്ക് ചെന്നുപെടും. ഇതാണ് ഇതിൻ്റെ സാധാരണക്കാരൻ്റെതായിട്ടുള്ള ഒരവസ്ഥ. അതിനൊക്കെ കാരണം മായയുടെ കെണിയാണെന്ന് പറയുകയാണ്. ആ കെണിയിൽ വീഴാതിരിക്കാൻ സായി തൃപ്പാദങ്ങളിൽ മുറുകെ പിടിക്കുക തന്നെ വേണം. സായി തൃപ്പാദങ്ങളിൽ നമ്മൾ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ സായി പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി നമ്മൾ അനുസരിക്കുക എന്നർത്ഥം.
തന്നിൽ ശരണാഗതി തേടിയ ഭക്തനെ സായി ഉചിതമായ വഴിയിലൂടെ നയിച്ച് അവന് ആവശ്യമുള്ളതെല്ലാം നൽകുന്നു. മാത്രമല്ല അവനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മൾ സറണ്ടർ ആവുക എന്നർത്ഥം. സറണ്ടർ ആയാൽ പിന്നെ ഭഗവാൻ നമ്മളെ സംരക്ഷിക്കും. ബാബയ്ക്ക് എല്ലാ കാര്യങ്ങൾക്കും അവിടുത്തേതായ രീതിയുണ്ട്. ബാബയ്ക്ക് ബാബയുടേതായിട്ടുള്ള ഒരു രീതി ഉണ്ടെന്ന് പറയുകയാണ്. യോഗിയേക്കാൾ കൂടുതൽ അയാളുടെ രോഗാവസ്ഥ കൃത്യമായി അറിയാൻ കഴിയുന്നവൻ വൈദ്യനാണല്ലോ. അതിനുശേഷം വ്യാധിക്ക് മരുന്ന് അനുസൃതമായ മരുന്ന് നൽകുന്നു. ഭഗവാൻ ഒരു വൈദ്യനും കൂടിയാണെന്ന് പറയാം. നല്ല വൈദ്യൻ കയ്പുള്ള കഷായം നൽകും മുമ്പേ ശർക്കര കഴിക്കാൻ നൽകും. തൊട്ടുപുറകെ കയ്പുള്ള കഷായം കുടിപ്പിക്കുകയും ചെയ്യും. ഈ വിധം ഓരോ വ്യക്തിയുടെ മനോനിലയനുസരിച്ച് ബാബ ആധ്യാത്മികമായിട്ടുള്ള ഉപദേശം നൽകി വരുന്നു. ഓരോരുക്കും വ്യത്യസ്തമായിട്ടുള്ള ഉപദേശങ്ങളാണ് ഭഗവാൻ നൽകി വരുന്നതെന്ന് പറയാം. ചില ഭക്തന്മാർ പുണ്യഗ്രന്ഥങ്ങളുമായി വന്ന് ബാബയെ കാണാറുണ്ട്. സായീശ്വരൻ അത് സ്പർശിച്ച് പവിത്രമാക്കി അവർക്ക് കൊടുക്കണം. അതാണ് ഭക്തരുടെ ആഗ്രഹം. ആ ദിവ്യസ്പർശം ലഭിച്ച ഗ്രന്ഥങ്ങൾ അവർക്കും കുടുംബത്തിനും ശ്രേയസ് എന്നത് അനുഭവമാണ്. നമ്മൾ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ സാധാരണ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവിടെ വെച്ച് നമസ്കരിച്ച് നമ്മൾ എടുക്കാറുണ്ട്. നമ്മളിവിടെ വരുന്ന സച്ചരിതങ്ങളൊക്കെ ആൾക്കാർ കൊണ്ടുവരും. സച്ചരിത ഗ്രന്ഥം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ തൃപ്പാദത്തിൽ വെച്ചിട്ട് ഊതിയിട്ട് പുഷ്പട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മളത് അവർക്ക് കൊടുക്കാറ്. അത് അവർക്ക് വളരെയധികം ഭഗവാനിൽ നമ്മൾ അർപ്പിച്ച് നമ്മൾ എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടെന്നുള്ള വിശ്വാസം അതാണ് അതിൽ. ചിലപ്പോൾ ഭക്തന്മാർ കൊടുക്കുന്ന ഗ്രന്ഥം ബാബ താല്പര്യത്തോടെ വാങ്ങും. പേജുകൾ മറച്ചു നോക്കും. ആ ഗ്രന്ഥം ശ്യാമയുടെ കയ്യിൽ കൊടുത്തിട്ട് തെല്ലും സങ്കോചമില്ലാതെ അരുളും. ശ്യാമ, ഇത് നീ എടുത്തോളൂ, നിനക്കിത് നന്മ വരുത്തും. ഭക്തന്മാർ ചിലപ്പോൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഭഗവാന്റെ അടുത്ത് കൊടുക്കുമ്പോൾ ഭഗവാൻ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അത് ശ്യാമയ്ക്ക് കൊടുക്കും. ശ്യാമയോട് പറയും, ഇത് നിനക്ക് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളുണ്ടാവും എന്ന് പറയും. ശ്യാമ സ്വാമിയോട് അപ്പോൾ തന്നെ ചോദിച്ചു, ബാബ, ഈ ഭക്തന്മാർ എത്ര ആഗ്രഹത്തോടെയാണ് ഇതിനു വേണ്ടി കൈനീട്ടി നിൽക്കുന്നത്. ഞാനിത് തിരിച്ചു കൊടുക്കട്ടെ. അതായത് ഓരോരുത്തരും ഗ്രന്ഥങ്ങൾ കൊടുത്തിട്ട് തിരിച്ചു കിട്ടുന്നുള്ള പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ ഭഗവാൻ എന്ത് കേട്ടും ഇത് ശ്യാമയ്ക്ക് കൊടുക്കും. അപ്പം ശ്യാമയ്ക്ക് ആകെ വിഷമായി. ഇതിങ്ങനെ മേടിച്ചു കൊണ്ടുപോകുമ്പോൾ അതിലേക്ക് മേടിക്കാൻ കൊണ്ടുവന്ന ആൾക്കാർക്ക് ഒരു വിഷമാവില്ലെന്ന് ചോദിക്കുകയാണ്. വേണ്ട, അത് നീ കൈവച്ചോളൂ. ഭഗവാനപ്പോൾ പറയും, അത് നീ കൈവച്ചോളാൻ പറയും. കാക്ക മഹാജനിക്ക് ഭാഗവത പാരായണം വളരെ ഇഷ്ടമായിരുന്നു. കാക്ക മഹാജനിക്ക് എന്ന് പറയുന്നൊരു ഭക്തനുണ്ട്. അദ്ദേഹത്തിന് ഭാഗവത പാരായണം വളരെ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഭാഗവതത്തിന്റെ പ്രതിയുമായി ശ്രുതിയിലെത്തി. ശ്യാമ യാദൃശികമായി ആ ഗ്രന്ഥം കണ്ടു. മസ്ജിദിൽ കൊണ്ടുപോകാൻ നേരം അത് കയ്യിലെടുക്കുകയും ചെയ്തു. ശ്യാമയുടെ കയ്യിലെ പുസ്തകം കണ്ടപ്പോൾ ബാബ തിരക്കി, അതെന്താണ്? ഏകനാഥ് ഭാഗവതമാണെന്ന് ശ്യാമ പറഞ്ഞു. സായീശ്വരൻ അത് വാങ്ങി താല്പര്യപൂർവ്വം മറച്ചു നോക്കി. ആ ഗ്രന്ഥം തൻ്റേതല്ലെന്നും കാക്ക മഹാജനിയുടേതാണെന്നും ഇതിനിടയിൽ ശ്യാമ ബാബയെ അറിയിച്ചു. ഇതെൻ്റെ അല്ല, കാക്ക മഹാജനിയുടെ ആണെന്ന് ശ്യാമ പറഞ്ഞു. മാത്രമല്ല ഈ ഗ്രന്ഥം ബാബ സ്പർശനത്താൽ പവിത്രമാക്കി നൽകിയിരുന്നതുമാണ്. അതായത് ഇദ്ദേഹം കാക്ക മഹാജനിക്ക് ഭഗവാന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഈ ഭഗവാൻ ഈ പുസ്തകം മറച്ചു നോക്കി തിരിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഇത് ഏതായാലും ഞാൻ തരുന്നതല്ലേ, നീ സൂക്ഷിച്ചോളൂ, നിനക്കത് ഗുണം ചെയ്യും. ശ്യാമ ഇത് കൊണ്ടുവന്ന് കയ്യെ പിടിച്ച് കൊണ്ടുവരണതോട് കൂടിയിട്ട് ഭഗവാൻ അത് കാണുകയും ശ്യാമയോട് അത് ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞു, ഇത് കാക്ക മഹാജനിക്കിന്റെ ഭഗവാൻ സ്പർശിച്ച് കൊടുത്തിട്ടുള്ള പുസ്തകമാണെന്നൊക്കെ പറഞ്ഞപ്പോഴും ഭഗവാനൊന്നും കൂട്ടാക്കിയില്ല. ഭഗവാൻ ആ പുസ്തകം പറഞ്ഞു, ഇത് നീയേ സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ശ്യാമയ്ക്ക് കൊടുത്തു. എന്താണ് ഇതിന് മറുപടി പറയുക? ശ്യാമ പുസ്തകം വാങ്ങി. വേറെ മറുത്തൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ശ്യാമ പുസ്തകം വാങ്ങി. പിന്നീട് കാക്ക മഹാജനി മറ്റൊരു പ്രതി വാങ്ങി ബാബയ്ക്ക് അരികിൽ വന്നു. അവിടുന്ന് ഗ്രന്ഥം സ്പർശിച്ച് അനുഗ്രഹിച്ചു നൽകി. അത്യന്തം ശ്രദ്ധയോടെ പഠിക്കൂ, ഇത് നിനക്ക് വളരെയേറെ നന്മ ചെയ്യും. ഈ ഗ്രന്ഥം നിന്നെ സേവിക്കും. മറ്റാർക്കും ഇത് കൊടുക്കുകയും അരുത്. കാക്ക പ്രേമത്തോടെ ബാബയെ നമസ്കരിച്ച് ഗ്രന്ഥം സ്വീകരിച്ചു. രണ്ടാമതൊരു പുസ്തകം മേടിച്ചു കൊണ്ടുവന്നു. അയാൾ
അത് ഭഗവാൻ സ്പർശിച്ച് അനുഗ്രഹിച്ചു കൊടുത്തു. ഒരിക്കലൊരു രാമദാസി എന്ന് പറഞ്ഞത് ഋഷി രാമദാസിന്റെ ഒരു അനുയായിനെയാണ് പറയണത്. ക്ഷേത്രത്തിലെത്തി ഭഗവാനെ കാണാൻ. അദ്ദേഹം രാവിലെ ഉണരും. കുളി കഴിഞ്ഞ് കായവസ്ത്രം ധരിച്ച് ഭസ്മവും പൂശി നിത്യേനയുള്ള വിഷ്ണു സഹസ്രനാമ ജപം തുടങ്ങും. അതിനുശേഷം രാമായണം വായന. ഈ ദിനചര്യയിൽ അദ്ദേഹം വീഴ്ച വരുത്തിയിരുന്നില്ല. ഒരു ദിവസം ബാബ രാമദാസിയെ വിളിച്ചു പറഞ്ഞു, ആവൂ, എൻ്റെ വയറ്റിൽ തുളച്ചു കയറുന്ന വേദന. നീ പെട്ടെന്ന് അങ്ങാടിയിൽ പോയി കുറച്ച് സുന്നാമുക്കി വാങ്ങിക്കൊണ്ടുവരുമോ? സുന്നാമുക്കി എന്നൊരു മരുന്നാണ്. രാമദാസിയോട് പറയണം. രാമദാസി ആ നിമിഷം വായന നിർത്തി അങ്ങാടിയിലേക്ക് യാത്രയായി. ബാബ രസകരമായൊരു ലീലയാടാനുള്ള ഒരുക്കത്തിലാണ്. രാമദാസി പോയി കഴിഞ്ഞപ്പോൾ ബാബ താഴെ ഇറങ്ങി. അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്ന വിഷ്ണു സഹസ്രനാമം എടുത്തു. അത് ശ്യാമയ്ക്ക് നൽകിക്കൊണ്ട് അരുളി, ശ്യാമ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അതീവ ശക്തിയെക്കുറിച്ച് നിനക്കറിയുമോ? ഇത് അമൂല്യമാണ്. ഞാനിത് നിനക്ക് നൽകുന്നു. ഇത് സ്വീകരിച്ചോളൂ. ഇത് മെല്ലെ വായിച്ച് ശീലിക്കൂ. ഇതിലെ ഒരക്ഷരത്തിൽ മാത്രം ഒരു ദിവസം ശ്രദ്ധയൂന്നിയാൽ പോലും അനൽപമായ ആനന്ദമാണ് ഉണ്ടാവുക. ഞാൻ ഒരിക്കൽ കഠിനമായ ദുഃഖത്തിലായി. ഹൃദയം പ്രക്ഷുബ്ധമായി. ജീവൻ ശരീരം വിടുമോ എന്നുപോലും തോന്നിയ നിമിഷങ്ങൾ. അപ്പോൾ ഞാൻ ഈ പുണ്യഗ്രന്ഥം നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എനിക്ക് അന്നേരം കിട്ടിയ ആശ്വാസം. ഈശ്വരൻ തന്നെ ഇറങ്ങി വന്ന് എന്നെ രക്ഷിക്കുകയായിരുന്നു. അതിനാൽ ഇത് എടുത്തുകൊള്ളൂ. ശ്യാമ വല്ലാത്ത അസ്വസ്ഥയായി. കാരണം രാമദാസിന്റെ പുസ്തകമാണ് നമ്മൾ ഈ ഭഗവാൻ എടുത്തിട്ട് അങ്ങനെ ഭഗവാന് വയറുവേദന വന്നിട്ട് അയാളെ കടയിലേക്ക് പറഞ്ഞയച്ചിട്ട് ചെയ്യണ ലീലയാണ് ഈ കാണിക്കണത്. ശ്യാമ വല്ലാത്ത അസ്വസ്ഥനായി. ഗ്രന്ഥം വാങ്ങാൻ മടിയുണ്ട്. അദ്ദേഹം അതിൻ്റെ കാരണം ബാബയെ ധരിപ്പിച്ചു. ബാബ, ആ രാമദാസി വലിയ കോപിഷ്ഠനാണ്. ഈ ഗ്രന്ഥം ഞാൻ കവർന്നതാണെന്ന് അദ്ദേഹം കരുതും. ഇത് അവിടുന്ന് എനിക്ക് നൽകിയാൽ ഉണ്ടാകാൻ പോകുന്നത് കലഹം മാത്രമായിരിക്കും. മാത്രമല്ല, ഇത് എഴുതിയിരിക്കുന്നത് ദേവനാഗരി ലിപിയിലാണ്. എനിക്ക് വലിയ നിശ്ചയവുമില്ല. ശ്യാമിക്ക് ഇത് കൊടുത്തപ്പോൾ ശ്യാമ പറഞ്ഞു, ഇത് കലഹം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഇത് വേറൊരാളുടെ ദിവസം അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയച്ചിട്ട് അതെടുത്തിട്ട് എനിക്ക് തരിക. അപ്പോൾ അയാളെന്താ വിചാരിക്കുക? ഇയാൾ പോയപ്പോൾ ആ പുസ്തകം ഞാൻ കട്ടെടുത്താന്ന് വിചാരിക്കുമല്ലോ ദേവദാസി പോയപ്പോൾ. ഇതൊക്കെയാണ് ഭഗവാന്റെ ലീലകൾ എന്ന് പറയണം. അപ്പോൾ എന്തായാലും ശ്യാമ പറഞ്ഞു, ഒന്നാമത്തെ ഇത് എനിക്കിത് വായിക്കാറില്ല. അത് ദേവനാഗരി ലിപിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. എനിക്ക് ആ ഭാഷ അറിയൂല്ല എന്ന് ഭഗവാൻ പറയാണ്. ബാബ ഒരു കലഹത്തിന് തുടക്കം കുറിക്കുകയാണെന്ന് ശ്യാമ കരുതി. രാമദാസിയും താനുമായി വഴക്കിന് തീ കൊളുത്തുകയാണ് ബാബ. ശ്യാമയുടെ ചിന്തകൾ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ സായീശ്വരനോ? അവിടുന്ന് അപാര കൃപാമൂർത്തി. തന്നെ ആശ്രയിച്ച് കാലം പോക്കുന്ന ശ്യാമയെ ആത്മീയമായി ഉദ്ധരിക്കണം. അതിനുള്ള വഴിയെ അവിടുന്ന് തിരയുന്നുള്ളൂ. ശ്യാമ പാമരനാണ്, പക്ഷേ ബാബയ്ക്ക് പ്രിയപ്പെട്ടവൻ. അതിനാൽ വിഷ്ണു സഹസ്രനാമമാകുന്ന രത്നമാല ശ്യാമയുടെ കണ്ഠത്തിൽ അണിയിക്കാനും ബാബയ്ക്ക് മോഹം. അതിന് കാരണവുമുണ്ട്. നാമജപത്തിൻ്റെ ശക്തി അനുപമം. പാപങ്ങളുടെ പർവ്വത സമൂഹങ്ങളെ തകർത്തു തരിപ്പണമാക്കാൻ അതിന് കഴിയും. അതായത് വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ സർവ്വപാപങ്ങളും പോകും എന്നുള്ളതൊക്കെ ബാബയ്ക്ക് അറിയാം. അത് ശ്യാമയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇതൊക്കെയാണ് ബാബയുടെ ആഗ്രഹം. അല്ലാണ്ട് കലഹം ഉണ്ടാക്കലൊന്നുമല്ല. പക്ഷെ ശ്യാമ അത് ധരിച്ചിരിക്കണം എന്നറിയോ? ബാബ ഒരു കലഹം ഉണ്ടാക്കാനുള്ള പരിപാടിയാണോ? തിരുനാമം സർവ്വവിധ പാപങ്ങളിൽ നിന്നും സദാ രക്ഷിക്കും. ഇത്ര എളുപ്പം ചെയ്യാവുന്ന സുഗമമായ അപകടരഹിതമായ മറ്റൊരു സാധനയില്ല. മനഃശുദ്ധിക്ക് ഏറ്റവും ഉചിതമാണ് തിരുനാമജപം. ഇതിന് പ്രത്യേകം ഒരുക്കങ്ങളോ ചെലവോ വേണ്ടതില്ല. തൻ്റെ ഭക്തനായ ശ്യാമയ്ക്ക് അതിൻ്റെ വിലയറിയില്ല. പക്ഷേ തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്നത് സായീശ്വരിക്ക് നിർബന്ധമാണ്. ലൗകിക ബന്ധങ്ങളുടെ കുടുക്കിൽ നിന്നും തന്നിൽ ശരണാഗതിയടഞ്ഞ ശ്യാമയെ രക്ഷിക്കണമെന്നത് ബാബയുടെ വ്രതമാണ്. കാരണം ഭഗവാൻ ഭക്തനെ
അത്ര കണ്ട് സ്നേഹിക്കുന്നു. ഭഗവാനിൽ നമ്മൾ ശരണാഗതി അടഞ്ഞാൽ ഭഗവാൻ നമ്മെ രക്ഷിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. തിരുനാമം വെറുതെ ജപിച്ചാൽ പോലും അതിവിശിഷ്ടമായ ഫലമേകും. ബോധപൂർവം ഭക്തിയോടെ ജപിച്ചാൽ ഫലം അനന്തം. അത് ശ്യാമ ശീലിക്കണം. അതിനാൽ ബാബ സഹസ്രനാമം ശ്യാമയെ ഏൽപ്പിച്ചു. ശ്യാമയുടെ പൂർവകർമ്മ സുഹൃതത്തിൻ്റെ അതീവ ശക്തിയായിരുന്നു ബാബയുടെ കൃപാവർഷത്തിന് കാരണം. ബാബയുടെ അടുത്ത് അത്രയും ഭക്തിയാണ് ശ്യാമയ്ക്ക്. അതാണ് പണ്ട് ഏകനാഥസ്വാമികൾ ഇതുപോലെ തന്നെ ഒരു വൃദ്ധ ബ്രാഹ്മണനെ വിഷ്ണു സഹസ്രനാമം വായിക്കാൻ നിർബന്ധിക്കുകയുണ്ടായി. പാപകർമ്മങ്ങളിൽ മുഴുകി ബ്രാഹ്മണധർമ്മം ഉപേക്ഷിച്ചു കഴിയുന്ന അയാൾക്ക് അത് സ്വീകാര്യമായിരുന്നില്ല. പക്ഷേ ഏകനാഥസ്വാമികൾ അയാളെ രക്ഷിച്ചേ തീരൂ എന്ന നിർബന്ധ ബുദ്ധിയും ഏതായാലും അദ്ദേഹം അങ്ങനെ ആ ബ്രാഹ്മണനെ രക്ഷിച്ചു. ഏകനാഥസ്വാമികൾ ഇതുപോലെ തന്നെയാണ് ഒരു ബ്രാഹ്മണനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അയാൾ ബ്രാഹ്മണനാണെങ്കിൽ പോലും ബ്രാഹ്മണധർമ്മമൊക്കെ ഉപേക്ഷിച്ച് കഴിയായിരുന്നു. അയാൾ പോയിട്ട് എന്ത് പറഞ്ഞു? സഹസ്രനാമം വായിക്കാൻ, വിഷ്ണു സഹസ്രനാമം വായിക്കാൻ അയാൾ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഏകനാഥസ്വാമികൾ വിട്ടില്ല, നിർബന്ധിച്ച് അത് പഠിപ്പിച്ച് അദ്ദേഹത്തെ രക്ഷിച്ചു എന്നാണ് പറയണത്. അപ്പോഴേക്കും രാമദാസി സുന്നാമുക്കി മരുന്നുമായി തിരിച്ചെത്തി. മസ്ജിദിൽ കുറച്ചു മുമ്പ് നടന്ന ലീലകൾ അന്ന ചിൻചാനിക്കർ ദൃക്സാക്ഷിയായിരുന്നു. അന്ന ചിൻചാനിക്കർ എന്ന് പറഞ്ഞൊരു അവിടുത്തെ ഒരു ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം ഇതിനൊക്കെ ദൃക്സാക്ഷിയായിരുന്നു. അയാളോ കലഹപ്രിയനും. ചില ആൾക്കാരുടെ സ്വഭാവങ്ങളുണ്ടാവുമല്ലോ അങ്ങനെ. അന്ന വള്ളി പുള്ളി വിടാതെ തന്നെ അവിടെ നടന്ന സംഭവങ്ങൾ മറ്റൊരു വിധം രാമദാസിയെ ധരിപ്പിച്ചു. രാമദാസി വല്ലാതെ ക്ഷുഭിതനായി. ഈ പറയേണ്ടത് വേണ്ടത് പറയാണ്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടി പറയാന്ന് പറയില്ലേ. അപ്പം അതുപോലെ അദ്ദേഹം അതൊക്കെ അന്ന ചിൻചാനിക്കര് രാമദാസിയെ പറഞ്ഞ് ധരിപ്പിച്ചു. രാമദാസി ക്ഷുഭിതനായി. ശ്യാമ മനഃപൂർവ്വം ബാബയെ കൊണ്ട് തന്നെ മരുന്ന് വാങ്ങാൻ അയപ്പിച്ചതാണെന്നും അങ്ങനെ തന്ത്രപൂർവം തൻ്റെ ഗ്രന്ഥം കരസ്ഥമാക്കിയതാണെന്നും ആരോപിച്ചുകൊണ്ട് രാമദാസി ശ്യാമയുടെ നേരെ തട്ടിക്കയറി. ശ്യാമ സത്യാവസ്ഥ വിവരിച്ചു. പക്ഷെ രാമദാസി വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം ശകാരം 10 മടങ്ങാക്കി. നിങ്ങൾ ഒന്നും പറയണ്ട. ബാബയുടെ വയറുവേദനയൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ കള്ളക്കഥകളാണ്. നിങ്ങൾക്ക് എൻ്റെ പവിത്ര ഗ്രന്ഥത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു. അതെനിക്കറിയാം. വേഗം അതെനിക്ക് തിരിച്ചു നൽകുക. ഞാൻ ഭീരുവല്ലെന്ന് മനസ്സിലാക്കൂ. അത് നിങ്ങൾ എനിക്ക് തിരിച്ചു നൽകിയില്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വച്ച് ഞാൻ തല തല്ലി കീറി ജീവനൊടുക്കും. രാമദാസി ക്ഷുഭിതനായിക്കൊണ്ട് ആളാകെ എന്താ പറയുക, ദേഷ്യം വന്നിട്ട് ഇന്നതാ പറയാനൊന്നുമില്ല. കുറേയൊക്കെ ചീത്ത പറഞ്ഞു ശ്യാമേനെ. ശ്യാമ അതിൻ്റെ സത്യാവസ്ഥയൊക്കെ പറഞ്ഞു. ഒന്നും ബാധകമല്ല, ബാബയാണ് ഇതെനിക്ക് എടുത്ത് തന്നേന്നൊക്കെ പറഞ്ഞ് ഒന്നും കൂട്ടാക്കിയില്ല. നിനക്ക് എൻ്റെ ഗ്രന്ഥത്തിൽ ഒരു കണ്ണുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ രാമദാസി ശകാരിക്കണേ ശ്യാമേനെ. അവസാനം പറഞ്ഞു, ഞാൻ ഇത് തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ മരിക്കും എന്ന് പറഞ്ഞു. ഇത്രയും കേട്ടതോടെ ശ്യാമയുടെ നിയന്ത്രണവും വിട്ടു. അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ സത്യമറിയാതെ എന്തിനെന്നെ ഇത്ര കുറ്റപ്പെടുത്തുന്നു? എന്താ നിങ്ങളുടെ ഈ ഗ്രന്ഥം അസുലഭമാണോ? കടയിൽ പോയാൽ ആർക്കും വാങ്ങാം. മാത്രമല്ല ബാബയെ അവിശ്വസിക്കാത്ത വിധം മൂല്യമേറിയതാണോ ഈ ഗ്രന്ഥം? നമ്മളൊക്കെ ബാബയെ വിശ്വസിക്കുന്ന ആൾക്കാരാ. അതിനെ മറികടക്കാൻ കടന്നുകൊണ്ടുള്ളതാണോ ഈ ഗ്രന്ഥം എന്ന് ചോദിക്കുകയാണ്. കഷ്ടം, നിങ്ങൾ എന്തൊരു രാമഭക്തൻ. ശ്യാമിക്ക് ദേഷ്യം വന്ന് ഇതൊക്കെ പറഞ്ഞാൽ കേട്ടപ്പോൾ കുറേ നേരമൊക്കെ ക്ഷമിച്ചു തന്നു. കുറേ കഴിഞ്ഞപ്പോൾ ആള് നിയന്ത്രണം വിട്ടു. എന്നിട്ട് പിന്നെ രാമദാസനോട് തട്ടിക്കയറാൻ തുടങ്ങി. എന്താ ഇവിടെ വാങ്ങിക്കാൻ കിട്ടാത്ത ഗ്രന്ഥമാണ്, ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടില്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ശ്യാമയെ സംബന്ധിച്ചിട്ട് ഭഗവാൻ ഇതെടുത്തുകൊണ്ട് ആ ഗ്രന്ഥത്തിന് ശ്യാമയ്ക്ക് വിലയുണ്ട്. പക്ഷേ രാമഭക്തനായിട്ടുള്ള രാമദാസന് രാമഭക്തി ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതാണ് ഇപ്പം അദ്ദേഹം ക്ഷുഭിക്കാനായിട്ടുള്ള കാരണം. രംഗം ഈ വിധം ചൂടുപിടിച്ചപ്പോൾ ബാബ ഇടപെട്ടു. അവിടുന്ന് മധുരമായി പറയാൻ തുടങ്ങി. ബാബയ്ക്ക് ദേഷ്യമൊന്നും വരില്ലല്ലോ. ബാബ വളരെ മൃദുവായിട്ട് പിന്നെ ഭഗവാൻ പറഞ്ഞു തുടങ്ങി. പ്രിയ രാമദാസി, ഇവിടെ എന്താ ഇത്ര വലിയ അപരാധം സംഭവിച്ചത്? നീ എന്തിനെത്ര അസ്വസ്ഥനാകുന്നു? ശ്യാമ എൻ്റെ കുട്ടിയല്ലേ. അവനെ ഇത്രയേറെ ആക്ഷേപിക്കാൻ നിന്റെ ഞരമ്പുകൾ ഇങ്ങനെ വലിഞ്ഞു മുറുകേണ്ടതുണ്ടോ? കഷ്ടം, നിനക്കെങ്ങനെ ഇത്രയേറെ കഠിനമായും പരുഷമായും സംസാരിക്കാനാകുന്നു? ഭഗവാൻ പിന്നെ രാമദാസൻ്റെ നേരെയായി.
നീയോ ഒരു രാമഭക്തൻ, നിത്യവും രാമായണം വായിക്കുന്നു, സഹസ്രനാമം ജപിക്കുന്നു, രാമഭക്തനെന്ന് സ്വയം നനയ്ക്കുന്നു. എന്നിട്ടോ പെരുമാറ്റം ഈ വിധത്തിലും. നിന്റെ ഹൃദയം ഇപ്പോഴും ശുദ്ധമായോ? രാമദാസി എന്ന് സ്വയം വിളിക്കുന്ന നീ എല്ലാ അർത്ഥത്തിലും അങ്ങനെയാകേണ്ടവനല്ലേ? ഈ ഗ്രന്ഥത്തിന്മേലുള്ള മമത പോലും കളയാൻ നിനക്ക് കഴിയുന്നില്ലല്ലോ. വലിയവനെയും ചെറിയവനെയും ഒരുപോലെ കാണേണ്ടവനാണ് രാമദാസൻ. അവർക്ക് യാതൊരു തരത്തിലുള്ള പക്ഷപാതവുമില്ല, എല്ലാവരും ഒരുപോലെയാണ്. പക്ഷേ നീ ഈ നിസ്സാര ഗ്രന്ഥത്തിനായി ഈ കുട്ടിയോട് ചണ്ട കൂടുന്നു, തട്ടിപ്പറിക്കുന്നു. ചെല്ലു, നിന്റെ സ്ഥാനത്ത് പോയി സ്വസ്ഥരായിരിക്കൂ. പണം കൊടുത്താൽ ഇത്തരം പുസ്തകങ്ങൾ ഡസൻ കണക്കിന് വാങ്ങാം. പക്ഷേ ഒരു സജ്ജനത്തെ അങ്ങനെ ലഭിക്കുമോ എന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. ബാബ തുടർന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി കേട്ടോളൂ, ഞാനാണ് ശ്യാമയ്ക്ക് ഈ ഗ്രന്ഥം എടുത്തു കൊടുത്തത്. നിനക്കത് വിധിഷ്ടമാണെന്ന് എനിക്കറിയാം. ഇനി ശ്യാമ അത് വായിക്കട്ടെ, അവനത് വളരെയേറെ ഗുണം ചെയ്യും. രാമദാസനോട് പറയാണ്, നിനക്ക് ഇതൊക്കെ വളരെ ഹൃദയസ്ഥമാണ്, നിനക്ക് പുസ്തകത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഇയാളത് മനപ്പാഠം അറിയുന്നതാണ്. പക്ഷേ ശ്യാമയ്ക്ക് അത് അറിയില്ല. അപ്പം ഇനി കുറച്ചു കാലം ശ്യാം അത് വായിക്കട്ടെ, അത് അവന് ഗുണം ചെയ്യും എന്ന് പറയാണ് ഭഗവാൻ. ബാബയുടെ വചനങ്ങൾ കുളിർമയേറിയ അമൃതവർഷം പോലെയായിരുന്നു. അതിൽ രാമദാസിയുടെ ഹൃദയത്തിലെ കോപക്കനൽ കെട്ടടങ്ങി. അദ്ദേഹം ശാന്തനായി, തൻ്റെ നിലയെക്കുറിച്ച് ബോധവാനായി. രാമദാസി ശ്യാമയോട് പറഞ്ഞു, എനിക്കിതിന് പകരമായി പഞ്ചരത്ന ഗീത നൽകുമോ? ഈ പുസ്തകത്തിന് പകരം എനിക്ക് ഒരു പഞ്ചരത്ന ഗീത വാങ്ങിച്ചു തരുമെന്ന് ചോദിക്കാം. ഒന്നല്ല 10 നൽകാമല്ലോ എന്ന് ശ്യാമ ശാന്തനായി രാമദാസിയെ കണ്ടപ്പോൾ ആഹ്ലാദത്തോടെ പറഞ്ഞു. അങ്ങനെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. എന്തിന് ബാബ ഇങ്ങനെ ഒരു ലീലയാടി? ഇക്കാര്യം നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. ബാബ നമുക്കേവർക്കും നൽകിയ സന്ദേശമാകുന്ന സമ്മാനമാണത്. അതിലൂടെ ബാബ ശ്യാമയ്ക്ക് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തു, നമുക്കും. പിന്നീട് ശ്യാമ ശരിയായ ഉച്ചാരണത്തോടെ സഹസ്രനാമം പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്തു. മറ്റൊന്ന്, രാമദാസിക്ക് അദ്ദേഹത്തിൻ്റെ നില വെളിപ്പെടുത്തി കൊടുത്തു. എത്രയേറെ പുരാണ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്താലും മനസ്സടക്കിയില്ലെങ്കിൽ, മമത അകന്നില്ലെങ്കിൽ അതെല്ലാം വ്യർത്ഥമാകും എന്ന മുന്നറിയിപ്പ്. എത്രയൊക്കെ പുസ്തകം വായിച്ചാലും അതനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്തവന് ആ പുസ്തകം വായന വെറുതെ ആയിപ്പോവും എന്ന് പറയാണ് ഭഗവാൻ. ഈശ്വരമാർഗത്തിലൂടെ പോകുന്നവരെ അവർക്കുചിതമായ പാതയിലൂടെ നയിക്കുക എന്നെന്നും സായീശ്വരന് അത്യാനന്ദകരമായ ജോലിയായിരുന്നു. അവരെയൊക്കെ ഈശ്വരമാർഗം സ്വീകരിച്ചു വരുന്നവരെ നല്ല വഴിക്ക് നടത്തിക്കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു മഹാഗുരുവും സദ്ഗുരുവുമായിട്ടുള്ള നമ്മുടെ സായിനാഥൻ്റെ ഒരു ശീലമായിരുന്നു. അതിനാണല്ലോ അവിടുന്ന് മാനവരൂപം സ്വീകരിച്ചു വന്നതും. മനുഷ്യരൂപം ധരിച്ച് ഭഗവാൻ വന്നത് തന്നെ മനുഷ്യനെ നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കൽ ബാപ്പു സാഹേബ് ജോഗിന് തപാൽ മാർഗം ഒരു പാഴ്സൽ ലഭിച്ചു. അദ്ദേഹം അത് വാങ്ങി ക്ഷേത്രത്തിലെത്തി. ബാബയുടെ തൃപ്പാദങ്ങളിൽ പൊതിവെച്ചു. അവിടുന്ന് അതെന്തെന്ന് തിരക്കി. യോഗിൻ പൊതിയഴിച്ചു. ലോകമാന്യ തിലകന്റെ ഗീതാരഹസ്യമായിരുന്നു ആ ഗ്രന്ഥം. ബാബ താൽപര്യപൂർവ്വം ഗ്രന്ഥം കയ്യിലെടുത്തു. താളുകൾ മറിച്ചു നോക്കി. പിന്നീട് ഒരു കീശയിൽ നിന്നും 1 രൂപ എടുത്ത് ഗ്രന്ഥത്തിൽ വെച്ച് യോഗിനത് നൽകിക്കൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഇത് ആദ്യാവസാനം നന്നായി വായിക്കൂ, നിനക്ക് നന്മയുണ്ടാകും. ഇങ്ങനെ എത്രയേറെ പേരെ അവിടുന്ന് ഓരോ വഴികളിലൂടെ നയിച്ചു. ഭഗവാൻ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ കൊടുക്കും, പുസ്തകങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ ഇതൊക്കെ നമ്മളെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഓരോ ലീലകളും. വേറൊരു കാര്യം കൂടെ പറയാണ്, സംഭവം കൂടെ പറയണേ. കാക്കാ സാഹിബ് ദീക്ഷിത് വാടയിൽ ധ്യാനിക്കുകയായിരുന്നു. പെട്ടെന്ന് മനോമുകുരത്തിൽ വിഠൽ രൂപം തെളിഞ്ഞു വന്നു. ദിവ്യമായൊരു ദർശനം അദ്ദേഹം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് വിഠൽദാസിന്റെ രൂപം മനസ്സിൽ വന്നത്. ആ അനുഭൂതിയും നുകർന്ന് കൊണ്ട് അദ്ദേഹം ക്ഷേത്രത്തിൽ എത്തി. ബാബയെ ദർശിച്ച ഉടൻ അവിടുന്ന് തിരക്കി. ബാബനെ ഒന്ന് കണ്ടു അദ്ദേഹം. ഇതൊക്കെ മനസ്സിലിങ്ങനെ തോന്നിയതിന് ശേഷം ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ്. ഭഗവാനെ കണ്ട വയ്ക്കേ ഭഗവാൻ തിരക്കി. വിഠൽ പട്ടേൽ
ഒന്നുമല്ലേ, മുറുകെ പിടിച്ചോളൂ. പെട്ടെന്ന് വഴുതി പോകുന്ന സ്വഭാവമാണ് വിട്ടൽദാസിന് എന്ന് പറയാണ്, ഭഗവാനെ കുറിച്ച് പറയാണ്. അന്ന് തന്നെ ഉച്ചയ്ക്ക് ഒരു കച്ചവടക്കാരൻ വിട്ടലിൻ്റെ ചിത്രങ്ങളുമായി വിൽപ്പനയ്ക്ക് വന്നു. താൻ ദർശനത്തിൽ കണ്ട അതേ രൂപം ദീക്ഷിതര് അതിലൊരെണ്ണം വാങ്ങി പൂജാമുറിയിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്തു. നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അതവിടെ നടക്കുന്നതാണ് ഭഗവാന്റെ ലീല എന്ന് പറയുന്നത്. സായീശ്വരന് ഭക്തന്മാർ അനവധി ഉണ്ടായിരുന്നു. പക്ഷേ ഖബർദി വ്യത്യസ്തനാണ്. അയാൾ സമ്പന്നനാണ്, ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നയാൾ, ജനപ്രിയനായ പ്രഭാഷകനാണ്, കീർത്തിമാൻ, ഇംഗ്ലീഷ് വിദഗ്ധമായി കൈകാര്യം ചെയ്യും. പക്ഷേ ഇങ്ങനെയൊക്കെയെങ്കിലും അദ്ദേഹം ബാബയുടെ മുന്നിൽ തീർത്തും മൗനം പാലിച്ചു. ഭക്തന്മാരിൽ അധികം പേരും ബാബയോട് കളിതമാശകൾ പറയുകയും വാദിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഖബർദി, നൂൽക്കാർ, ഭൂട്ടി, ഇങ്ങനെ 3 പേരുണ്ട്. ഇവർ തിരുമുന്നിൽ സദാ നിശബ്ദരും വിനീതരുമായിരുന്നു. ഈ 3 ആളും ഭഗവാനെ കണ്ട ഒന്നും മിണ്ടാണ്ടിരിക്കും, എന്നിട്ട് തൊഴുത്തിട്ട് പോവും. ഇതാണ് ഇവരുടെ സ്വഭാവം, 3 പേരുടെ. ദാദാസാഹേബിന് നന്നായി സംസാരിക്കാൻ കഴിവുണ്ട്. പഞ്ചദശി സുന്ദരമായി വ്യാഖ്യാനിക്കും. പക്ഷേ ബാബയുടെ സന്നിധിയിൽ അദ്ദേഹം മൗനം പാലിക്കും. അയാൾ വലിയ പ്രഭാഷണമൊക്കെയാണ്, നന്നായിട്ട് പ്രഭാഷണമൊക്കെ ചെയ്യും. പക്ഷേ ഭഗവാന്റെ മുമ്പിൽ വന്നാൽ ദാദാസാഹേബ് പിന്നെ ഒന്നും മിണ്ടാണ്ടിരിക്കും. കാരണം ഉണ്ടതിന്. ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് ബ്രഹ്മസ്വരൂപിൻ്റെ മുമ്പിൽ തനിക്ക് എന്തു പറയാനാകും? ഈ പ്രപഞ്ചത്തെ മുഴുവൻ അറിയുന്ന ഭഗവാനോട് ഞാൻ പ്രപഞ്ചരഹസ്യത്തെക്കുറിച്ച് എന്തു പറയാൻ? അതുകൊണ്ടാണ് ദാദാസാഹേബ് മിണ്ടാണ്ടിരിക്കാൻ കാരണം. അദ്ദേഹത്തിൻ്റെ ഭാര്യ പരമഭക്ത 7 മാസമായി ഷിർദിയിൽ താമസിക്കുന്നു. സ്വയം നൈവേദ്യമുണ്ടാക്കി അവർ എന്നും ക്ഷേത്രത്തിലെത്തും. അവിടുന്ന് അദ്ദേഹം ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകും ഈ പ്രസാദം കൊണ്ട്. അവിടുന്ന് ആഹാരം സ്വീകരിച്ചിട്ടേ ആ അമ്മ ആഹാരം കഴിക്കൂ. അവരുടെ ഭക്തിയുടെ ആഴം അത്ര അഗാധമായിരുന്നു. അവരുടെ ഉറച്ച വിശ്വാസവും നിഷ്കളങ്ക ഭക്തിയും വെളിപ്പെടുത്തണമെന്ന് ബാബ തീരുമാനിച്ചു. ഒരു ഉച്ചനേരം ശ്രീമതി ഖബർദി നൈവേദ്യമായി ക്ഷേത്രത്തിലെത്തി. ഗോതമ്പ് പായസം, പൂരി, ചോറ്, സൂപ്പ്, ഇതൊക്കെയാണ് ആ ഭക്ത അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊക്കെ അതിലുണ്ട്. ആഹാരം കൊണ്ടുവന്നാലും സാധാരണഗതിയിൽ ബാബ കഴിക്കാൻ അത്ര തിടുക്കം കൂട്ടാറില്ല. പക്ഷേ അന്ന് അവർ വന്ന ഉടനെ ബാബ പെട്ടെന്ന് എഴുന്നേറ്റു. കഫനയുടെ കൈ തെറുത്ത് കയറ്റി, ഈ ഷർട്ടിൻ്റെ കൈ തെറുത്ത് കയറ്റി ആഹാരം കഴിക്കുന്നിടത്തേക്ക് വന്നിരുന്നു. അതിനുശേഷം വളരെ സന്തോഷത്തോടെ കഴിക്കാൻ തുടങ്ങി. ശ്യാമയ്ക്ക് ഇത് കണ്ടിട്ട് വിസ്മയം, ആശ്ചര്യം. അദ്ദേഹം ചോദിച്ചു, ബാബ, ഇതെന്താണ് ഇത്ര പക്ഷാഭേദം? മറ്റുള്ളവർ എത്ര സ്വാദിഷ്ടമായ വിഭവങ്ങൾ കൊണ്ടുവന്നാലും തിരിഞ്ഞു പോലും നോക്കില്ല. ചിലപ്പോൾ തള്ളിമാറ്റും, അല്ലെങ്കിൽ മണിക്കൂറുകൾ കഴിയുമ്പോൾ ഒന്ന് നോക്കിയാലായി, തൊട്ടാലായി, രുചിച്ചാലായി, അത്രമാത്രം. പക്ഷേ ഈ അമ്മ കൊണ്ടുവരുന്നത് കണ്ടാൽ മതി, തിടുക്കത്തിൽ ഓടി വന്ന് പാത്രം അടുപ്പിച്ചു വെച്ച് നല്ലതുപോലെ കഴിക്കുകയായി. എന്താ ഈ അമ്മയുടെ നൈവേദ്യത്തിന് ഇത്ര പ്രത്യേകത? പറയൂ, ഞങ്ങളും മനസ്സിലാക്കട്ടെ എന്ന് ശ്യാമ പറയുകയാണ്. ബാബ മധുരമായി അരുളി, ശ്യാമ, നിനക്കെന്തറിയാം? ഇവർ ആരായിരുന്നുവെന്ന് നിനക്കറിയുമോ? പൂർവജന്മങ്ങളിൽ ഈ അമ്മ ഒരു കച്ചവടക്കാരൻ്റെ ഗോവായിരുന്നു, ഒരു കച്ചവടക്കാരൻ്റെ പശുവായിരുന്നു എന്ന് പറയാണ്. നിറയെ പാൽ ചുരത്തുന്ന പശു. പിന്നീട് അവർ സംസാര സമുദ്രത്തിൽ എങ്ങോ മറഞ്ഞു. അടുത്ത ജന്മം ഒരു തോട്ടക്കാരൻ്റെ മകളായി. പിന്നത്തെ ജന്മം ക്ഷത്രിയ കുടുംബത്തിൽ. അപ്രാവശ്യം ഒരു കച്ചവടക്കാരൻ അവളെ വിവാഹം കഴിച്ചു. ആ ജന്മവും കഴിഞ്ഞു. പിന്നെ ജനിച്ചത് ബ്രാഹ്മണ കുടുംബത്തിൽ. എത്ര കാലം കൂടിയിട്ടാണെന്നോ ഞാൻ ഇവളെ കാണുന്നത്? ഭഗവാൻ പൂർവജന്മത്തെ കഥകളൊക്കെ പറയുകയാണ് ശ്യാമയോട്, ഈ അമ്മയുടെ. പരമപ്രേമത്തോടെ അവൾ എനിക്കായി കൊണ്ടുവന്ന ഈ ആഹാരം ഞാനൊന്ന് കഴിച്ചോട്ടെ. ബാബ തൃപ്തിയായി ആഹാരം കഴിച്ചു. അതിനുശേഷം കൈ കഴുകി സ്വസ്ഥാനത്ത് വന്നിരുന്നു. അപ്പോഴേക്കും ആ ഭക്ത സായീശ്വരൻ്റെ തൃപ്പാദത്തിന് അരികിലെത്തി.
നമസ്കരിച്ചു. പിന്നെ മൃദുവായി തൃപ്പാദങ്ങൾ തലോടാൻ തുടങ്ങി. പ്രേമാർദ്ദ നയനങ്ങളോടെ അവിടുന്ന് ആ അമ്മയെ നോക്കി. മധുരമായി അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിച്ചു. ഇതിനിടയിൽ തൻ്റെ പാദം തലോടുന്ന അവരുടെ കരങ്ങളിൽ അവിടുന്ന് പ്രേമപൂർവം തൃക്കരം കൊണ്ട് തലോടി. ഈ അമ്മ ഭഗവാന്റെ കാല് തലോടിക്കൊണ്ടേയിരിക്കുകയാണ് ഭഗവാൻ കഴിച്ചു വന്നിരുന്നപ്പോൾ. ഭഗവാൻ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്നിട്ടോ ഈ കാല് തലോടുന്ന കയ്യിൽ ഭഗവാൻ തലോടാൻ തുടങ്ങി എന്നർത്ഥം. ഈ രംഗം കണ്ടപ്പോൾ ശ്യാമയ്ക്ക് ആഹ്ലാദം. അദ്ദേഹം പറഞ്ഞു, നോക്കൂ എന്തൊരു കാഴ്ച! ഭക്ത ഭഗവാനെയും ഭഗവാൻ ഭക്തയെയും മത്സരിച്ചാണല്ലോ പരിചരിക്കുന്നത്. കാണേണ്ട കാഴ്ച തന്നെ. സരളഹൃദയയായ അവരോട് ബാബ അതീവ സൗമ്യമായി പറഞ്ഞു, അമ്മേ, രാജാറാം രാജാറാം എന്ന് സദാ ജപിക്കുക. നിങ്ങളുടെ ജന്മം സഫലമാകും, മനം തെളിയും, ശാന്തവുമാവും. ഭഗവാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ രാജാറാം രാജാറാം എന്ന് ജപിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവുമെന്ന് ഭഗവാൻ പറഞ്ഞു. ഇത് ചെറിയൊരു സംഭവമല്ല, ഗുരു നൽകുന്ന മന്ത്രോപദേശം തന്നെയാണ്. അവിടുത്തെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന യോഗശക്തിയും ആ നിമിഷം അവരിൽ പ്രവേശിച്ചു. ഇതിന് ശക്തിപാദം എന്നാണ് പറയുക. മഹാഗുരുക്കന്മാർക്ക് മാത്രം നൽകാൻ കഴിയുന്ന അപൂർവമായ കാര്യം. ബാബ അരുളിയ ഉടൻ തന്നെ ആ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടി. പ്രിയപ്പെട്ടവരെ, ഉറുമ്പ് ശർക്കര കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മധുരത്തിലുള്ള ആസക്തിയാൽ തൻ്റെ കഴുത്തൊടിഞ്ഞാലും ഉറുമ്പ് ശർക്കര ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല. ഇങ്ങനെയായിരിക്കണം സായിയെ സ്വന്തമാക്കാനുള്ള നമ്മുടെ സമീപനവും. സായിനെ നമ്മൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണോ ശർക്കര ഈ ഉറുമ്പ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്, അതുപോലെ നമ്മൾ ഭഗവാനിൽ ശരണാഗതി അടയാനായിട്ട് കഠിന പരിശ്രമം നടത്തുക. ഗുരുവും ശിഷ്യനും തമ്മിൽ വ്യത്യാസമില്ല. അവർ രണ്ടല്ല, ഒന്ന് തന്നെ. ഗുരു ഇല്ലാതെ ശിഷ്യനോ, ശിഷ്യനില്ലാതെ ഗുരുവോ ഇല്ല. അങ്ങനെ കാണുന്നത് അപക്വത മാത്രം. ഇങ്ങനെ തന്നെയാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധവും. കഴിയുന്നത്ര സമയം ഈശ്വര സ്മരണയിൽ, ഗുരുസ്മരണയിൽ മുഴുകും. ആഹാരം, വസ്ത്രം എന്നിവ കിട്ടുമെന്നോർത്ത് അരനിമിഷം പോലും വ്യാകുലപ്പെടേണ്ട. അത് പ്രാരബ്ധ ശക്തിയാൽ സ്വയം വന്നു ചേരും. പിന്നെ എന്തിന് അതിനായി സമയം പാഴാക്കണം? ഭക്തനെ സംബന്ധിച്ചിട്ട് ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ വേണ്ടിയിട്ട് തേടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഭഗവാന്റെ ആ പ്രേരണ ഉണ്ടെങ്കിൽ എല്ലാം നമ്മളുടെ അടുത്ത്, ഭക്തൻ്റെ അടുത്ത് വന്നു ചേരുന്നു പറയുകയാണ്. അതുകൊണ്ട് ജ്ഞാനത്തിനായി പ്രയത്നിക്കുക. ഇരവ് പകൽ അതിനായി ആഗ്രഹിക്കൂ. സംശയത്താലും കർമ്മ ദുരിതങ്ങളാലും ഉഴലുന്ന മനസ്സ് സായി തൃപ്പാദങ്ങളിൽ സമർപ്പിക്കൂ. പിന്നീട് ചെയ്യുന്നതെല്ലാം അവിടുന്ന് ചെയ്യിക്കുന്നതായിരിക്കും. അതായത് ആ കർമ്മങ്ങളുടെ എല്ലാം കർത്താവ് സായീശ്വരൻ തന്നെയായിരിക്കുന്നു പറയാണ്. സായി സർവശക്തനാണെന്നറിയുക. ദൃഢമായി അക്കാര്യത്തിൽ വിശ്വസിക്കൂ. സമസ്ത ക്ലേശങ്ങളും ആ ചരണങ്ങളിൽ സമർപ്പിക്കൂ. പിന്നീട് അവിടുത്തെ കൽപ്പന എന്തോ അത് അക്ഷരം പ്രതി അനുസരിക്കുക. അപ്പോൾ നമുക്ക് നന്മ മാത്രമേ വരികയുള്ളൂ എന്ന് പറയാണ്. ഞാൻ തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണം. ഹേമന്ത് പന്ത് പറയാണ്, പഠനമോ കഠിന ശ്രമങ്ങളോ ഇല്ലാതെ അജ്ഞാനിയായിരുന്ന എന്നെ കൊണ്ട് സായീശ്വരൻ ഈ അമൃതകഥകൾ എഴുതിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. തൻ്റെ ഭക്തന്മാരുടെ ഉന്നമനത്തിനായി സായീശ്വരൻ ചെയ്യിക്കുന്നതല്ലേ ഈ പവിത്ര ഗ്രന്ഥത്തിൻ്റെ രചന? രാവുപകൽ സായി രൂപം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കട്ടെ. സായി അല്ലാതെ മറ്റാരും മനസ്സിൽ കടക്കാതെ ജാഗ്രത പുലർത്തണം. ഇതിനായി ഞാൻ എല്ലാ സജ്ജനങ്ങളോടും പ്രാർത്ഥിക്കുകയാണ്. ഭൂതകാലം കഴിഞ്ഞുപോയി, അതിനി ഇല്ല. ഭാവി എങ്ങനെയെന്ന് ആർക്കും ഒരു തിട്ടവുമില്ല. അതിനാൽ ഇപ്പോഴുള്ള ഈ വർത്തമാനകാലം ഗുരുചരണ സേവയിൽ ചെലവാക്കൂ. ഭഗവാനിൽ സമർപ്പിതമായിട്ടുള്ള ഒരു ജീവിതത്തെ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമാവും എന്ന് പറയുകയാണ്. ഓം ജയ് സായിറാം, നമഃ ശിവായ. ഇനി 28-ാം അധ്യായം, ശിവശങ്കര സായി.